വയനാട്ടിലെ വിലാപമടങ്ങാത്ത ഗ്രാമങ്ങളാണ്. നമുക്ക് കേരളത്തിലുള്ളവർക്കും മലയാളികൾക്കെല്ലാം ഇന്ത്യയിലുള്ള ഇതര സ്റ്റേറ്റിലുള്ളവർക്കെല്ലാം സുപരിചിതമായി ആ നാടിനെ പറ്റിയുള്ള നമ്മളേലും കൂടുതൽ കാര്യങ്ങൾ അവർക്കെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. അതിൻ്റെ രത്നച്ചുരുക്കം, ഇതുവരെ ഏകദേശം 352 പോസ്റ്റ്മോർട്ടമാണ് നടത്തിയത്. ആ 352 പോസ്റ്റ്മോർട്ടത്തിൽ 148 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരെ തിരിച്ചറിയുന്നില്ല. ഏകദേശം 200ഓളം ഡോക്ടർമാർ അവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ അവിടെ ഉണ്ട്. ഏതായാലും അവരെല്ലാവരെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഡിക്കൈ ചെയ്ത ചീഞ്ഞഴുകിയ മൃതദേഹം, ചില ശരീരഭാഗങ്ങൾ, ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഏതായാലും 352 ആളിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു. ഏതായാലും മെഡിക്കലിലുള്ള ആ ഡോക്ടേഴ്സിനെയും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും എല്ലാവരും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം നിസ്വാർത്ഥമായ സേവനം, മനുഷ്യ ശരീരം ചീഞ്ഞഴുകിക്കൊണ്ടിരുന്നത് അതുങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് DNA എടുത്ത് DNAക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ പ്രിസർവ് ചെയ്ത് മരണകാരണം തിട്ടപ്പെടുത്തുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മൊത്തം അവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇതുവരെ ഏകദേശം 600 പേരോളം, 256 പേരെ ഇനി കണ്ടെത്തണം. പോസ്റ്റ്മോർട്ടം നടത്തിയത് 352. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം 700-800 പേര് വന്നു കഴിഞ്ഞു. അവിടുത്തെ ചൂരൽമലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കൈയിലെയും റേഷൻ കടക്കാരൻ സലാം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ആ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം റേഷൻ കട തുറക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് റേഷൻ കടയിലെ മുഴുവൻ സാധനങ്ങൾ ഒഴുകിപ്പോയി. അതിൻ്റെ കണക്കുകളൊന്നുമില്ല. എന്തായാലും പഴയ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അത്യാവശ്യം ചില സാധനങ്ങൾ മിച്ചം വന്നത്, അത് മുഴുവൻ നനഞ്ഞ് അത് ഉപയോഗശൂന്യമായി. അദ്ദേഹത്തിൻ്റെ തൂക്കുന്ന ഗ്ലാസുകളും അങ്ങനെയുള്ള ഒരു സാധനവും അവിടെ ഇല്ല. ഏതായാലും അദ്ദേഹം പറയുന്നത് ചൂരൽമലയിൽ ഏകദേശം 350 കാടുകാരുണ്ട്. മുണ്ടക്കൈയിൽ ഏകദേശം 250, 600 പേര്. 600 പേര് എവിടെയാണെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ല. 600 കാട് എങ്ങനെ പറഞ്ഞാലും ആ 600 കാർഡിൽ 2400 പേര് വരും. കുറേയൊക്കെ രക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവും. പൊതുവായി നമ്മൾ നോക്കുമ്പം ഇതുവരെ ഏകദേശം 600 പേര് മരണമടഞ്ഞു എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ സംഖ്യ ഇനിയും വർദ്ധിക്കും. കാരണം അത് ഇന്ത്യയിലെ തന്നെയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇത് മാറും. ഇപ്പോൾ തന്നെ 600ലേക്ക് മരണമടഞ്ഞവരുടെ സംഖ്യ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ പല ആൾക്കാരും അവിടെ റിസോർട്ടുകളിൽ വന്ന് താമസിച്ചുകൊണ്ട് അവരിന് കടക്കില്ല, അവർക്ക് വീട്ടുകാരില്ല, അവർ അന്യ സംസ്ഥാനത്തു നിന്ന് വന്നവരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, അവർക്ക് വീടില്ല, അവർക്ക് കണക്കില്ല. ഈ റേഷൻ കാർഡ് ഏകദേശം 600 പേരുടെ ആ വീടുകളിൽ പല സ്ഥലത്തുനിന്നും ആൾക്കാർ രാത്രിയിലും വന്നിട്ടുണ്ട്. നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആ 600-നപ്പുറത്തേക്ക് സംഖ്യ കടന്നു കഴിഞ്ഞു. ഇനി അതൊരു 800ലേക്ക് എത്തും. കാരണം ഇനി കണ്ടെത്താനുള്ള ഡെഡ് ബോഡികളുണ്ട്. ചില ഭാഗങ്ങൾ ആ ഡെഡ് ബോഡിയിൽ നിന്ന് അടർന്നു പോയത് കിട്ടിയിട്ടുണ്ട്. കണക്കില്ലാതെ പല മൃതശരീരങ്ങളും നമുക്കറിയാം. പോത്തുണ്ടിയിൽ, ചാലിയാറിൻ്റെ കൈവഴികളിൽ ഈ പൊട്ടിയ സ്ഥലത്തെ അവിടെ നിന്ന് ഒഴുകിപ്പോയ സന്ദർഭത്തിൽ ചെറിയ ചെറിയ തോടുകളും കൈവഴികളിൽ കൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് തീർച്ചയായും അത് നേരെ നിലമ്പൂർ പോയി, നിലമ്പൂരിൽ നിന്ന് അത് ഭാരതപ്പുഴയിലേക്കും, അങ്ങനെയും കുറച്ച് ഭാരതപ്പുഴയിലും വരെ ഇനി ഡെഡ് ബോഡി കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം 4-5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ ക്യാമ്പിൽ ഏകദേശം 9,382 എന്നൊരു കണക്ക് ഞാൻ കണ്ടു. 10,000 പേരുണ്ട്. 10,000 പേർക്ക് വസതിയില്ല. ആ 10,000 പേർക്ക് വസതി നമ്മൾ ഉണ്ടാക്കണം. അത് വലിയ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതൊന്നും അടുത്ത കാലത്തൊന്നും നടക്കില്ല. പലരും ആ സ്ഥലങ്ങൾ വിട്ടുപോയവർ ഇനി അങ്ങോട്ട് മടങ്ങി വരാൻ അവർക്ക് ഭയമാണ്.
അവിടെ ഇപ്പം പൊതു ശ്മശാനം 9 ഏക്കറിൽ തരപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം അവിടെ അവയവങ്ങൾ മാത്രം ലഭിച്ചത് അവിടെ ഇപ്പം ദഹിപ്പിക്കുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 9 ഏക്കർ പൊതു ശ്മശാനത്തിലെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും നമ്മൾ ദഹിപ്പിക്കേണ്ടി വരും. കഴിവുള്ളിടത്തോളം അവരുടെ DNA എടുത്തു സൂക്ഷിക്കുമായിരിക്കും പോലീസ്. MR അജിത് കുമാർ ADGPയുടെ സേവനം നമുക്ക് മറക്കാൻ ഒക്കില്ല. അദ്ദേഹത്തിന് തുടക്കം മുതലേ ഞാൻ കാണുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ മാറുന്ന അദ്ദേഹം ആ ഫീൽഡിലുണ്ട്. അദ്ദേഹത്തിനൊപ്പം കേരള പോലീസിൻ്റെ സേവനം നമുക്ക് മറക്കാൻ ഒക്കില്ല. കാരണം സന്നദ്ധ സേവാ സംഘം NDRFും പട്ടാളവും അവരൊക്കെ ആ ഉരുൾപൊട്ടി വന്ന ഏരിയകൾ മുഴുവൻ അവർ നടന്ന് പഴയ വീടുകളും പഴയ ആൾക്കാരുടെ മൃതദേഹമൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അവിടെ ഇപ്പം പല മൃഗങ്ങളും അലഞ്ഞു തിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ വസതി ഇരുന്ന സ്ഥലം അവർക്കറിയാം. അവരെ മണത്ത് നടക്കുന്നുണ്ട്. ആ ഏരിയയിൽ നിന്ന് അവർ വിട്ടുപോവില്ല. അവിടെ പശുക്കളെ നമ്മൾ കണ്ടു, അനാഥരായ. അതുപോലെ നായകളെ പലരെയും കണ്ടു, അവിടെ പൂച്ച കണ്ടു. ഇതെല്ലാം അവരവരുടെ സ്ഥലങ്ങളുടെ ആ വാസസ്ഥലം വിട്ടുപോകാതെ അവിടെ തന്നെ കറങ്ങിത്തിരിയുന്നത് നമ്മൾ കണ്ടു. അവിടുന്ന് ഒഴുകിപ്പോയ മനുഷ്യരെ അവസ്ഥ എന്താണെന്നും നമ്മൾ കണ്ടു. ഇവിടെ ഇനി പോലീസ് ഈ പ്രളയം ഉണ്ടായ സ്ഥലങ്ങളിലെ പോലീസിൻ്റെ സാന്നിധ്യം അടിയന്തരമായി പതിയണം. കാരണം പല സ്ഥലത്തും ആൾക്കാർ നഷ്ടപ്പെട്ടവരുടെ വീടുകളിലുള്ള പല വിലപിടിപ്പുള്ള സാധനങ്ങളും അത് കുറേയൊക്കെ ചില പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി സൂക്ഷിക്കുന്ന കണ്ടു. അതിനൊരു പ്രത്യേക കണക്ക് വേണം. അവിടുന്ന് കണ്ടെടുക്കുന്നത് ഓരോ വീടിൻ്റെ ഇരുന്ന സ്ഥലങ്ങളിലെ ഒഴുകിപ്പോയ സ്ഥലങ്ങളിലെ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നത് അവിടുന്ന് കണ്ടെടുക്കുന്നത് ചിലരുടെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ചിലരുടെ അവരുടെ റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്, അവരുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, കുട്ടികളുടെ ചിലരുടെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവരുടെ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. ഇത് ഓരോ വീടിൻ്റെ പരിസരത്ത് ഒരു വീടിനെ ബാധിക്കുന്നത് പ്രത്യേക ഒരു കിറ്റാക്കി മാറ്റി അത് സീൽ ചെയ്ത് മാറ്റി ഇടണം. കാരണം പലരെ ആൾക്കാർക്ക് വീടുകളിൽ പണം സൂക്ഷിച്ചിട്ടുണ്ട്. അത് ബാഗിനകത്ത് ആ ബാഗ് ഒഴുകിപ്പോയി ഇതിൻ്റെ കൂടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ സ്വർണം ഐറ്റംസ് തീർച്ചയായിട്ടും സ്ത്രീകളെല്ലാവരും സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിരുന്നെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊക്കെ അവരുടെ അലമാരിക്കകത്തോ അല്ലെങ്കിൽ വീടിനകത്ത് എവിടെയെങ്കിലും വെച്ചതെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. ഏതായാലും ആ ജനങ്ങളുടെ ഏകദേശം 1000-ഓളം കുടുംബക്കാരുടെ സ്വത്തുക്കൾ, കയ്യിലൊതുങ്ങുന്ന സ്വത്തുക്കൾ, സ്വർണമായിട്ടും പണമായിട്ടും അങ്ങനെ സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം ഇപ്പം ചെളിക്കടിയിലും മണ്ണിനടിയിലും ഒക്കെയാണ്. അപ്പോൾ അതിന് ആയിരക്കണക്കിന് ബാഗ്, പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഓരോ കുടുംബത്തിനെയും ബാധിക്കുന്ന ഫോട്ടോസ്, പാസ്പോർട്ട്, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ മുഴുവൻ ഒരു വീടിന് ഒരു കിറ്റ് കണക്കാക്കി അതിനകത്ത് കിട്ടുന്ന സ്വർണം, അവരുടെ ക്യാഷ്. അത് കഴിഞ്ഞ ദിവസം TVക്കകത്ത് ഞാൻ കണ്ടു. ഒരു ബാഗിനകത്ത് ഗോൾഡ് എടുത്ത് കാണിക്കുന്ന കണ്ടു. ഒരു ബാഗിനകത്ത് ക്യാഷ് ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു കണക്ക് നമുക്ക് വേണം. കാരണം ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണത്. പ്രത്യേകിച്ച് പട്ടിണി കിടന്ന് കൂലിപ്പണി ചെയ്തും ജീവിച്ച സ്ത്രീകൾ സ്വരൂപ് കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ വലിയ വിലപ്പെട്ടതാണ്. അവരുടെ മക്കൾക്കോ ജീവിച്ചിരിക്കുന്നവരുടെ ആൾക്കാർക്കോ ബന്ധുക്കൾക്കോ അത് ഉപകാരപ്പെടണം. അതുകൊണ്ട് പോലീസിൻ്റെ സാന്നിധ്യം ഈ ഏരിയയിലെല്ലാം അടിയന്തരമായിട്ട് വേണം. പോലീസ് ആ സ്ഥലത്ത് ഞാൻ അധികം കണ്ടില്ല. പക്ഷേ അവർ തിരക്കിലാണ്. അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. 300-400 പേരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പ്രത്യേക ടീം തന്നെ വേണം. അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോള്, പിന്നെ പൊതുജനങ്ങളെ ഈ സ്ഥലത്തോട്ട് വിടാതെ സൂക്ഷിക്കണം. ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന പട്ടാളക്കാരും അതുപോലെയുള്ള ആൾക്കാരും JCB പ്രവർത്തിക്കുന്നവരെല്ലാവരും അവിടെ ഉണ്ടെങ്കിലും നമുക്കൊരു പോലീസ് സാന്നിധ്യം വേണം. ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ ഒഴുകിപ്പോയത് കിട്ടുന്നെങ്കിൽ അത് പ്രത്യേക ബാഗിനകത്താക്കി സൂക്ഷിക്കാൻ പോലീസ് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആ ബെയിലി പാലം പണിതിൻ്റെ മുകളിൽ മേജർ സീത ഇരിക്കുന്നത് കണ്ടു. മേജർ സീത ആ ഓരോ സാധനം ഒരു ബോൾട്ട് ഇടുന്നതും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അവർ ശ്രദ്ധിച്ച് ഡയറക്ഷൻ കൊടുക്കുന്നത് കണ്ടു. അവരാണ് ഈ ബെയിലി പാലം അതിൻ്റെ എക്യുപ്മെൻറ്റുകൾ പലതും കൊണ്ടെത്തിക്കാനും അത് എത്തിച്ച ശേഷം അത് അസംബിൾ ചെയ്യാനും പാലം നിർമ്മിക്കാനും 2 ദിവസം കൊണ്ട് അക്ഷീണമായ അവർ ഊണും ഉറക്കവും ഒഴിച്ച് ചെയ്യുന്ന ജോലി നമ്മൾ കണ്ടു. അതുകൊണ്ട് അവരുടെയൊക്കെ സേവനം നമുക്ക് മറക്കാൻ ഒക്കില്ല. ധാരാളം ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്, സിനിമാ താരങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ ആ ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നല്ലാതെ അങ്ങനെയുള്ള സന്ദർശനം കഴിവുള്ളിടത്തോളം അവർ
പിന്മാറിപ്പോയി ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് അവിടെ വരട്ടെ. നമുക്ക് ഇവരെയൊക്കെ ആവശ്യമുണ്ട്. കാരണം ആ സ്ഥലങ്ങളിൽ ഇപ്പം ഏകദേശം നഷ്ടപ്പെട്ട 1000-ഓളം വീടുകൾ, 200 വീടുകൾ കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ DYFIയുടെ പ്രവർത്തനം നമുക്ക് മറക്കാൻ ഒക്കില്ല. ആ സ്ഥലത്ത് ഹൈലി റിസ്കിയായ പട്ടാളക്കാർ ഇറങ്ങാത്ത സ്ഥലത്ത് DYFI പ്രവർത്തകർ ഇറങ്ങിയത് ഞാൻ കണ്ടു. അപ്പോൾ പൊതുവെ എല്ലാ മനുഷ്യരും, കേരളത്തിലുള്ളവരെല്ലാം അവിടെ ചെന്നിരിക്കുന്നു, സഹായം എത്തിക്കാൻ ചെന്നിരിക്കുന്നു. കുട്ടികളില്ല, അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ ആൾക്കാർ റെഡിയാണ്. അത് കേരളത്തിൻ്റെ ഒത്തൊരുമ, അത് നമ്മളിവിടെ കണ്ടു. ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു വർഗം തന്നെയാണ് മലയാളികൾ. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ അതിൽ പറയുന്നത്. ഈ ദുഃഖത്തിലെല്ലാവരും ഒരുപോലെ പങ്കുചേർന്നു. അതുതന്നെയല്ല, ആ ഏരിയയിലെ ആ ചൂരന്മലയിലും മുണ്ടക്കൈയിലും അതിൻ്റെ മുകളിലുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ അവർ ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന് അവർ ഒത്തൊരുമിച്ച് ആ മലയിടുക്കുകളിൽ അവരുടെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മലയാളികൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പരസ്പരം സഹായിച്ചു. കാരണം അടിയന്തരമായി എപ്പോൾ വേണമെങ്കിലും സഹായം മറ്റൊരാൾക്ക് ആവശ്യം വരും. ഇത് തന്നെ നമ്മൾ പ്രകൃതിയുടെ വലിയ ഒരു ദ്രോഹമായിട്ട് മാത്രമേ ഇതിന് കണക്കാക്കാൻ കഴിയുള്ളൂ. ഇത് മനുഷ്യസഹജമല്ല. അത് മേഘവിസ്ഫോടനമെന്ന അത് തന്നെയാണ്. അതിനത് ഗാഡ്ഗിലിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്തില്ല. പശ്ചിമഘട്ടത്തെ ഏരിയയിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം അവിടെ നമ്മൾ ക്വാറികളുടെ അവിടെ വെടിവെക്കുമ്പോൾ തീർച്ചയായിട്ടും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ വൈബ്രേഷൻ പോകും. അങ്ങനെ പല പ്രാവശ്യം ആയി കഴിയുമ്പം അവിടുത്തെ മണ്ണിന് ഇളക്കം തട്ടി വെള്ളം അവിടെ മഴ പെയ്യുമ്പം ഉഗ്രമായ ഇതുപോലത്തെ മഴ വരുമ്പോൾ ഏകദേശം 590 വരെ മില്ലിമീറ്റർ മഴ പെയ്തെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഏകദേശം 600 മില്ലിമീറ്റർ ഒരേ സ്പോട്ടിലുണ്ടായാൽ ഇതുപോലുള്ള ആപത്തുകൾ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രകൃതിക്ക് ആർക്കും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആ മലയുടെ ഏറ്റവും മുകളിൽ അത്രയും വെള്ളം കെട്ടി, അത്രയും കല്ലുകൾ ഉരുണ്ട് ഏകദേശം 10-20 കിലോമീറ്റർ ഉരുണ്ട് താഴോട്ട് വരെ വന്നിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ കണ്ടാൽ നമ്മൾ ഞടുങ്ങും. പ്രകൃതിയുടെ ക്ഷോഭം എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. ഇത് മനുഷ്യന് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇത് മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യരുണ്ടാക്കിയതുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം അവിടെ മുഴുവൻ വീട് നഷ്ടപ്പെട്ട ഏകദേശം 1000-ഓളം കുടുംബങ്ങളുണ്ടാവും. കാരണം ജീവൻ നഷ്ടപ്പെട്ടത് വേറെ, ഇതിനടുത്ത് ജീവിക്കാൻ വെള്ളം കയറാത്ത ചില സ്ഥലങ്ങളിൽ അവരുടെ വീടുകളുടെ പടിയിൽ കൂടെ വെള്ളം ഒഴുകിപ്പോയി ആ വീടുകളിലൊന്നും താമസിക്കാൻ കഴിയില്ല. ഏകദേശം 1000-1200-ഓളം വീടുകളാണ് അവർക്ക് പുനരധിവാസം ആവശ്യമാണ്. അതിന് എന്തു ചെയ്യും? ഇത്രയും ബൃഹത്തായ ഒരു കാര്യം ഒരു സർക്കാരിനും കഴിയില്ല. ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ സഹായം കൊടുത്ത് ഇരുന്നാലും കഴിയില്ല. നമുക്ക് ഇത് അടുത്ത ദുരന്തത്തിലേക്ക് ഇതുങ്ങളെല്ലാം പോകും. കാരണം ഏകദേശം 9382 10,000 പേര് പല ക്യാമ്പിലും അവിടെ കഴിയുകയാണ്. എത്ര മാസം നമുക്ക് ഇവരെ തീറ്റിപ്പോറ്റാൻ പറ്റും? എത്ര മാസം നമുക്ക് ഇവർക്ക് വേണ്ട ചെലവ് കൊടുക്കാൻ പറ്റും? അതൊക്കെ കാരണം 10,000 പേരാണ് നമ്മുടെ ക്യാമ്പുകളിൽ. എത്ര പണം കിട്ടിയാലും നമുക്ക് ചിലവാകില്ല. ഒരു ഗവൺമെൻറ്റിനും അവരെ സംരക്ഷിച്ച് ഫുഡ് കൊടുത്ത് ഒരു 6 മാസം അവിടെ ഇരുത്താൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നവർ അതിനുള്ള സ്ഥലം കണ്ടെത്തി ഇതിൻ്റെ അടുത്ത് വെള്ളം കയറാത്ത സ്ഥലത്ത് ചെറിയ വീടുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കാൻ ഇതിനോടൊപ്പം തന്നെ തയ്യാറാകുക. കാരണം ഇതിനൊരു പ്രത്യേക കണക്കുകളൊന്നും ഇതുവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 1000 കുടുംബങ്ങൾ ഇതിനകത്ത് പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. 1000-ഓളം അടുത്ത് ഇപ്പം തന്നെ 600 പേരുടെ മരണം കഴിഞ്ഞു. ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും ആ സംഖ്യ. കാരണം കണക്കില്ലാതെ വീടില്ലാതെ വന്ന് താമസിച്ചവരുടെ കണക്കൂടെ ഇനി വരണം. അതിനൊക്കെ സമയമെടുക്കും. ഏകദേശം 800-നും മുകളിലോട്ട് സംഖ്യ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. 1000-ന് അടുത്തോളം എത്തും. കാരണം വരും ദിവസങ്ങളിൽ 1-2 ആഴ്ചയ്ക്കകം നമുക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഓരോരുത്തർ ശ്രമിക്കുന്നുണ്ട്. ഓരോ സംഘടനകളും, രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും മുന്നോട്ട് വരട്ടെ, ഡിക്ലെയർ ചെയ്യട്ടെ. കാരണം ഇത് നമുക്ക് 200, 300, 400, 500 വീട് നിർമ്മിക്കാനുള്ള ആൾക്കാർ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു 1000 വീട്, ചെറിയ വീട് മതി. വലിയ വീടൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ പ്ലാനും പദ്ധതി ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് ഷീറ്റ് ഇട്ട് അല്ലെങ്കിൽ ആസ്പെറ്റോസോ അല്ലെങ്കിൽ ഷീറ്റോ ഇട്ടിട്ട് 2 മുറി, 2 മുറി ഓളോ ബ്രിക്സ്, ഒരു കക്കൂസ്,
അവർക്ക് വെള്ളം അവിടെ എത്തിക്കാനുള്ള അത് വാട്ടർ അതോറിറ്റികൾ ചെയ്യേണ്ടി വരും. കാരണം കുടിവെള്ളം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് പൊതുവായ ഡാം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇത്രയും വീട്ടുകാർക്ക് കൊടുക്കാനുള്ള വാട്ടർ അതോറിറ്റി ആ രംഗത്തോട്ട് വരട്ടെ. നമുക്ക് യോജിച്ച എല്ലാവർക്കും ഒരുപോലെ മുന്നോട്ട് പോയാൽ ഇത് എത്രയും പെട്ടെന്ന് 1 മാസത്തിനകം നമുക്ക് വീട് പണി തുടങ്ങിയിരിക്കണം. ഒരു 60 ദിവസത്തിൽ കൂടുതൽ ക്യാമ്പിൽ എല്ലാവർക്കും കഴിയാൻ കഴിയില്ല. ആ ക്യാമ്പിൽ വസ്ത്രമില്ല, ആഹാരമില്ലാതെ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. നമുക്ക് അത് തന്നെയില്ല, രോഗങ്ങൾ ഒന്നിച്ചവിടെ കിടക്കുകയാണ്. രോഗങ്ങളും ആ ക്യാമ്പിലുണ്ടാവും, പലവിധ രോഗങ്ങളും വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ മുഴുവൻ ആൾക്കാർക്കും വീടെന്നല്ല, പ്രയോറിറ്റി അനുസരിച്ച് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക, വീടുകൾ പണിയാൻ തുടങ്ങുക. അതിനകത്ത് ആ ഏരിയയിൽ തന്നെ താമസിക്കാൻ ബില്ലിംഗ് ആയവർക്ക് ആദ്യം തുടങ്ങുക, ബാക്കിയുള്ളവർ ക്യാമ്പിൽ കിടക്കട്ടെ. അവിടെ ആദ്യം തുടങ്ങി വീട് വെക്കാൻ തുടങ്ങുക. നമുക്ക് 1 മാസത്തിനകം പതുക്കെ ഓരോ കുടുംബങ്ങളെയും അങ്ങോട്ടും മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം. അല്ലെങ്കിൽ അവിടെ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ ക്യാമ്പിൽ 10,000 പേരുടെ ക്യാമ്പാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഓരോരുത്തരും അത് ഒഴിവാക്കി അവർക്ക് പോകാൻ ബില്ലിംഗ് ആയ സ്ഥലത്ത് അവർ വീടിനടുത്ത് എവിടെയെങ്കിലും സ്ഥലമുള്ളവരോ അല്ലെങ്കിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് കുറച്ച് 50 സെൻറ്റോ 10 സെൻറ്റോ 20 സെൻറ്റോ അങ്ങനെ വെള്ളം കയറാത്ത സ്ഥലത്ത് കൊടുക്കാൻ തയ്യാറുള്ളവർ അവിടെ പോയി ആ ദേശത്ത് താമസിക്കുന്നവർ അവിടെ തന്നെ, അല്ലാതെ ഇതിനൊരു പോംവഴി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.